നിങ്ങളുടെ മൊബൈലിലൊക്കെ ശ്രമിക്കുകയാണ്. മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ ഇന്നലെ പാത്രിയാർക്കീസ് വിഭാഗത്തിലെ ബേസിൽ കുറൂർ എന്ന പട്ടക്കാരന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ പ്രദക്ഷിണമായി മാർത്തോമൻ പള്ളിയുടെ സെമിത്തേരിയിൽ വരികയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മുളന്തുരുത്തി പോലീസ് അധികാരികളുടെ ഒത്താശയോടും മൗനാനുവാദത്തോടും കൂടിയാണ് സകല പ്രവർത്തികളും ചെയ്തത്. ഓർത്തഡോക്സ് വിഭാഗം മുളന്തുരുത്തി പോലീസിൽ നേരത്തെ തന്നെ ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നിട്ടും യാക്കോബായ വിഭാഗം പട്ടക്കാരന്റെ നേതൃത്വത്തിൽ പള്ളിയിലേക്ക് വന്നവരെ തടയുവാനോ അവരെ മാറ്റുവാനോ ശ്രമിച്ചില്ല. പോലീസ് അവർക്ക് വേണ്ട സംരക്ഷണം നൽകുകയായിരുന്നു ചെയ്തത്. പോലീസ് സംരക്ഷണമുള്ള ഓർത്തഡോക്സ് പള്ളിയിൽ വിശ്വാസികൾ അകത്തു നിൽക്കുമ്പോൾ അനധികൃതമായി ശവക്കോട്ടയിൽ വൈദികനടക്കം പ്രവേശിക്കുവാൻ വേണ്ട സംരക്ഷണം ഒരുക്കുകയാണ് SHOയുടെ നേതൃത്വത്തിൽ ചെയ്തത്. ഒരു കാരണവശാലും പട്ടക്കാരനെ സെമിത്തേരിയിൽ കയറ്റാൻ സമ്മതിക്കില്ലെന്നും അവരുടെ വിശ്വാസികളെ മാത്രമേ അകത്ത് കയറ്റുകയുള്ളൂ എന്നും പോലീസ് ഉറപ്പു പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവരുടെ പട്ടക്കാരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം ഒരുക്കി സെമിത്തേരിയിൽ കൊണ്ടുപോവുകയും തിരിച്ച് പോലീസ് സംരക്ഷണയിൽ പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത് നീതിപീഠത്തോടുള്ള അനാദരവാണ്. പോലീസ് പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? വേലി തന്നെ വിളവ് തിന്നുവല്ലേ? ഇത് വിഘടന്മാരും മുളന്തുരുത്തി പോലീസുമായുള്ള അവിഹിത കൂട്ടുകെട്ടിന്റെ നേർചിത്രമാണ്. ഇതാണോ പിണറായി സർക്കാരിന്റെ സെമിത്തേരി ബിൽ? സ്വസ്ഥവും സ്വതന്ത്രവും സമാധാനവുമായ അന്തരീക്ഷം ഉണ്ടാക്കി തരേണ്ട, സംരക്ഷണം തരേണ്ട പോലീസ് എതിർവിഭാഗത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് നീതി നിഷേധം തന്നെയാണ്. ഈ അന്യായത്തിന് കൂട്ടുനിന്ന മുളന്തുരുത്തി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണം.